അടുത്തതായിട്ട് ഒരു വെബ് പേജിലേക്ക് നമുക്ക് വേറൊരു വെബ് പേജിനെ എങ്ങനെ ലിങ്ക് ചെയ്യാം. രണ്ട് തരത്തിലാണ് ലിങ്കിങ് വരുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ലിങ്കിങ്, മറ്റൊന്ന് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയുന്നു. എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ് പേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിനെ ലിങ്ക് ചെയ്യിക്കാം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ലിങ്കിങ്ങിന് വേണ്ട ടാഗ് എ എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. AHREF എന്നാണ് അതിൻ്റെ ഫുൾ ടാഗ്. അപ്പോൾ എ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ലിങ്കിങ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റായിട്ടൊരു വെബ്സൈറ്റിനെ നമുക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ് പേജിലൂടെ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് എക്സ്റ്റേണൽ ലിങ്കിങ് എന്നാണ് പറയുക. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ HTML ഹെഡ്, പിന്നെ അത് കഴിഞ്ഞ് ടൈറ്റിൽ കൊടുത്ത് ഹെഡ് ക്ലോസ് ചെയ്തു. പിന്നെ ബോഡിക്ക് നമ്മൾ BG കളർ കൊടുത്തു. അത് കഴിഞ്ഞ് ഹെഡിങ് ഹൈപ്പർ ലിങ്ക്സ് എന്ന് ഞാൻ കൊടുത്തു. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കാണ്, അതിലൂടെ നമുക്ക് വേറെ വെബ് പേജിലേക്ക് കണക്റ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ പാരഗ്രാഫ് ടാഗ്, അതേപോലെ BR ടാഗ്, നമുക്ക് ഇങ്ങനെയുള്ള ഏത് ടാഗ്സ് വേണമെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ AHREF = നമുക്ക് AHREFിൽ നമ്മൾ ആ ഫുൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫുൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്കിതിനെ ലിങ്ക് ചെയ്യിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളതിനെ ലിങ്ക് ചെയ്യണം. അടുത്ത ടോപ്പിക്ക് കൺസെപ്റ്റ് ഓഫ് URL. എന്താണ് URL? ഫുൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് URL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും അതിൻ്റെ ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് നമുക്കറിയണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ scrtkerala.gov.in, അപ്പോൾ അതുപോലെ നമുക്ക് എത്രയൊക്കെ വെബ്സൈറ്റുകളുണ്ടോ ആ വെബ്സൈറ്റുകളുടെ എല്ലാം ഫുള്ളായിട്ടുള്ള നമുക്ക് പേരറിയുമെങ്കിൽ, ഫുൾ അഡ്രസ്സ് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ആ വെബ്സൈറ്റ് നമ്മുടെ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് ആക്സസ് ആവുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ ഫുൾ URL അഥവാ ഫുൾ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. URLൻ്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കൺസെപ്റ്റ് ഓഫ് URL. അതിൽ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാം http://www.scrtkerala.gov.in. അത് ഫുൾ വെബ്സൈറ്റ് അഡ്രസ്സ്, അതാണ് URL എന്ന് പറയുന്നത്. ഇനി അങ്ങനെയല്ലാതെ ചില സമയത്ത് നമ്മൾ ലിങ്കൊക്കെ കൊടുക്കുമ്പോൾ AHREF = image.html ഇങ്ങനെ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ image.html ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയലാണെങ്കിൽ ആ ഫയലിനെ നമ്മളിവിടെ ലിങ്കിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ image.htmlനെ നമുക്ക് ഫയൽ നെയിം എന്ന് പറയാം. അതുപോലെ തന്നെ റിലേറ്റീവ് URL എന്ന് പറയാം. അതായത് ഫുൾ വെബ്സൈറ്റ് അല്ല, അത് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത വേറൊരു HTML പേജിനെ നമ്മളിവിടെ കൊണ്ടുവരുന്നു എന്നർത്ഥം. ഇനി അതല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇപ്പോൾ ഡ്രൈവിനകത്ത് നമ്മൾ HTML എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് hyperlinks.html എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഈ പാത്ത് നമ്മുടെ ലിങ്കിലേക്കോ നമ്മുടെ HTML വെബ് പേജിനകത്തേക്കോ ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഫയലാണ്. അപ്പോൾ ആ ഇമേജ് അല്ലെങ്കിൽ ആ പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുത്തണമെങ്കിൽ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ പാത്ത് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ ഫുൾ പാത്ത് ഓഫ് എ വെബ് പേജ് ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് വെബ്സൈറ്റ് അഡ്രസ്സിനെ URL എന്നും, പിന്നെ നമുക്കൊരു സിമ്പിളായിട്ടൊരു വെബ് പേജ് മാത്രമായിട്ട് ആക്സസ് ചെയ്യുമ്പോൾ അതിനെ ഫയൽ നെയിം അല്ലെങ്കിൽ റിലേറ്റീവ് URL എന്ന് പറയാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ആ വെബ് പേജിൻ്റെ എവിടെയാണ് അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡ്രൈവ് മുതൽ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്താൽ അതിനെ നമ്മൾ പറയുന്ന പേര് ഫുൾ പാത്ത് ഓഫ് എ വെബ് പേജ് ഡോക്യുമെൻ്റ് എന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്. എന്താണ് ഹൈപ്പർ ലിങ്ക്? നമുക്ക് ഒരു ലിങ്ക് ഒരു വെബ് പേജിൽ നിന്നും വേറൊരു വെബ് പേജിലേക്കോ അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റിലേക്കോ ലിങ്ക് ചെയ്യുന്നതിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈപ്പർ ലിങ്ക് തന്നെ നമുക്കറിയാം എക്സ്റ്റേണൽ ലിങ്കിങ് പറ്റും, ഇൻറ്റേർണൽ ലിങ്കിങ് പറ്റും. എന്താണ് എക്സ്റ്റേണൽ ലിങ്കിങ്? നമ്മൾ AHREF എന്ന ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ ആ ലിങ്ക് വെച്ചിട്ടാണ് കയറുന്നത്. അതാണ് എക്സ്റ്റേണൽ ലിങ്കിങ്. അതേസമയം ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ കുറേ കണ്ടൻസ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ലിങ്ക് വെക്കുകയാണ്. അതായത് ചിലപ്പോൾ ഒരു വേർഡിനെയാണ് ലിങ്ക് ചെയ്യുക. ആ വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആ വെബ്സൈറ്റിലേക്കോ വെബ് പേജിലേക്കോ ആ ലിങ്ക് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇൻറ്റേർണൽ ലിങ്കിങ്, അതായത് കണ്ടൻസിൻ്റെ ഇടയിലുള്ള ഒരു വേർഡ് വെച്ചുകൊണ്ട് ലിങ്ക് ചെയ്യണത് കൊണ്ടാണ് അതിന് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന പേര് വന്നത്.
ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് വെച്ചാൽ ഒരു ഇമേജിനെയാണ് നമ്മളിവിടെ ലിങ്കായിട്ട് സെറ്റ് ചെയ്യണത്. ആ ഇമേജുമ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏത് വെബ് പേജിലേക്കാണോ പോകേണ്ടത് ആ വെബ് പേജിലേക്ക് നമ്മുടെ ലിങ്ക് പോകുന്നതായിട്ട് കാണാം. നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ പോലെ HTML ഹെഡ്, അതേമാതിരി ടൈറ്റിൽ ഇതൊക്കെ കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി തുടങ്ങി. ബോഡി BG കളർ വെച്ചു. പിന്നെ നമുക്ക് H2 അലൈൻമെൻറ്റ്, നമ്മുടെ ഹെഡിങ്ങിന് അലൈൻമെൻറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ ഗ്രാഫിക്കൽ എന്നുള്ള ഹെഡിങ് കൊടുത്തു. അത് കഴിഞ്ഞ് AHRF നമ്മൾ ലിങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു വിക്കിപീഡിയ എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ലിങ്ക്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇമേജ് വെച്ചിരിക്കുകയാണ്, wiki.jpg. അപ്പോൾ ഈ ഇമേജും നമ്മൾ ഈ ഇമേജിന് അവിടെ നമുക്ക് ഓൾട്ടായിട്ട്, അതായത് ഒന്നുകിൽ ഇമേജ് അല്ലെങ്കിൽ നമുക്ക് ഇമേജ് ഓഫ് വിക്കി എന്നുള്ള ടെക്സ്റ്റാണ് അവിടെ കാണിച്ചു തരിക. അപ്പോൾ നമ്മൾ എന്നിട്ട് അതുമ്മ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് വിക്കിപീഡിയ എന്നുള്ള വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുള്ളൂ. അതായത് ഒരു ഇമേജിലൂടെ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യിക്കാം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്. എന്നിട്ട് നമുക്ക് ആ ഇമേജിന് ഹൈറ്റ്, വിഡ്ത്ത്, ബോർഡർ ഇതൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എത്ര കണ്ടൻസ് വേണമെങ്കിലും അത്രയും കണ്ടൻസ് നമ്മുടെ ഈ വെബ് പേജിൽ കൊടുക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഈ A എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതുവരെയാണ് ലിങ്കിങ് പാർട്ട്. A ടാഗിൻ്റെ അകത്ത് എന്തൊക്കെ കൊടുത്തു ആ സ്പെസിഫിക്കേഷൻസ് മുഴുവനായിട്ട് നമ്മുടെ ലിങ്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ബോഡിയിൽ എന്ത് വേണമെങ്കിലും കണ്ടൻസ് ടൈപ്പ് ചെയ്തിട്ട് ബോഡി ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് HTML ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ഇമേജാണ് കൊടുക്കുന്നത്. ആ ഇമേജിൽ നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ നിങ്ങൾ ആ വെബ്സൈറ്റ്, ഏത് വെബ്സൈറ്റിലേക്കാണോ നമുക്ക് ലിങ്ക് ആവേണ്ടത്, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് വിക്കിപീഡിയ വെബ്സൈറ്റ്, ആ വിക്കിപീഡിയയിലേക്ക് നമ്മൾ കണക്റ്റ് ആവുന്നു. അപ്പോൾ ഈ ഇമേജ് അല്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുക ഈ ഓൾട്ട് എന്ന് പറയുന്ന ടാഗ്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റാണ് ഇമേജ് ഓഫ് വിക്കി എന്നുള്ളതാണ് അവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ് പേജ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെബ് സൈറ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ ആ വെബ്സൈറ്റിനെ എത്രത്തോളം നമുക്ക് അട്രാക്റ്റീവ് ആക്കണമോ അതിന് വേണ്ടിയിട്ടുള്ള ടാഗുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിനെ നമുക്ക് നന്നാക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിവിടെ HTML ഹെഡ്, ടൈറ്റിൽ ഇതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ബോഡി BG കളറ്, പിന്നെ നമ്മൾ ഹെഡിങ്ങിൻ്റെ അലൈൻമെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് അതിൽ ഇമെയിൽ ലിങ്ക് എന്ന് ഹെഡിങ് കൊടുത്തു. പിന്നെ AHRF നമ്മൾ ആ ലിങ്കിൽ ഈ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ബോഡി നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻസ് എല്ലാം ടൈപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ആ ബോഡീനെ ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ AHRF എന്നുള്ള ടാഗ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സിനെ നമുക്കിവിടെ ലിങ്ക് ചെയ്യിക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ടിങ് മ്യൂസിക് ആൻഡ് വീഡിയോ. എങ്ങനെ ഒരു മ്യൂസിക് ഫയൽ, ഒരു MP3 ഫയൽ നമുക്കിതിലേക്ക് ലിങ്ക് ചെയ്യാം. അവിടെ നമ്മൾ ഹെഡ്, ടൈറ്റിൽ അതൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് ബോഡി BG കളർ, പിന്നെ ഹെഡിങ്ങിൻ്റെ അലൈൻമെൻറ്റ്, എന്നിട്ട് നമ്മളിവിടെ ആഡിങ് മ്യൂസിക് എന്നാണ് കൊടുത്തത് ഹെഡിങ്. അത് കഴിഞ്ഞ് എംബഡ് SRC, അതിനുള്ള ടാഗ് എംബഡ് ടാഗാണ്. എംബഡ് ടാഗിനകത്ത് ഞാൻ song1.mp3, അപ്പോൾ ആ സോങ്ങിൻ്റെ ഒരു ഫയലിനെ ഞാനിവിടെ ലിങ്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ വിഡ്ത്ത്, ആ ഫയല് നമ്മളവിടെ കൊടുക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എംബഡ് ടാഗ് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താ വരിക വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു മ്യൂസിക് ഫയൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയലിനെ എൻ്റെ വെബ് പേജിലൂടെ എനിക്ക് ലിങ്ക് ചെയ്യിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫയലിനെയും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യിക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ടാഗാണ് എംബഡ് SRC എന്നുള്ള ടാഗ്. ഇമെയിൽ ലിങ്ക് ചെയ്യാനായിട്ട് അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഗ്രാഫിക്കൽ ലിങ്ക്, അങ്ങനെ എക്സ്റ്റേണൽ ലിങ്ക്, അങ്ങനെയുള്ള ലിങ്കുകളൊക്കെ കൊടുക്കാനായിട്ടുള്ള ടാഗ് AHRF, അതാണ് ടാഗ്. അപ്പോൾ നമ്മളിവിടെ എക്സ്റ്റേണൽ ലിങ്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് P ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് BR ടാഗ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് empty ടാഗാണ്. ഇനി ഈ വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ആ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റിലേക്കാണ് കണക്റ്റഡ് ആവുന്നത്. ഇനി ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇൻറ്റേർണൽ ലിങ്കിങ് ഉപയോഗിക്കാം. ഇനി ഇൻറ്റേർണൽ ലിങ്കിങ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു വേർഡ്, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുമ്മ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ നമുക്ക് ഇതുപോലെ A name equal to introduction, അപ്പോൾ ആ ഇൻട്രൊഡക്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അത് ആ ഒരു പർട്ടിക്കുലർ
ആയിട്ടുള്ള വെബ് പേജിലേക്ക് കണക്റ്റഡ് ആവുന്നത്. അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ahref=#introduction ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ടാഗിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വെബ് പേജിലേക്ക് കണക്റ്റ് ആവും. ഇങ്ങനെ ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ അകത്ത് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ പേജിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്കോ കണക്റ്റഡ് ആവുന്നത്. അതാണ് ഇന്റേണൽ ലിങ്കിങ്. എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ahref വെച്ചിട്ട് ഡയറക്റ്റ്ലി ഒരു വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലിങ്ക് വെച്ചിട്ട് കണക്റ്റ് ആവും. നമ്മൾ മ്യൂസിക് ഫയൽ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോ ഫയലും ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ മ്യൂസിക് ഫയൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കൺട്രോൾ കൂട്ടാനും കുറയ്ക്കാനും പോസ് ചെയ്യാനും എല്ലാം നമുക്കിതിൽ പറ്റും. അതേപോലെ ഒരു വീഡിയോ ഫയൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോ ഫയലിലാണെങ്കിലും ടൈറ്റിൽ, ഹെഡ്, ബോഡി, H2 ഹെഡിങ് ഇതൊക്കെ സെയിം ആണ്. എംബഡ് SRCയിൽ ജസ്റ്റ് ഫയൽ നമ്മളുടെ ഏതാണ് വീഡിയോ ഫയൽ വെച്ചാൽ അത് നമ്മൾ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ വിഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് എംബഡ് ടാഗ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ സൗണ്ടിൻ്റെ ഇഫക്ട്സ്, അതായത് സൗണ്ട് കൂട്ടുക കുറയ്ക്കുക അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തണമെന്ന് നമുക്കിവിടെ നോക്കാം. എല്ലാ H2 വരെയുള്ള എല്ലാത്തിലും സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ BG സൗണ്ട്, നമ്മൾ ആ BG സൗണ്ട് എന്നുള്ള സാധനം കൊടുത്തു കഴിയുമ്പോൾ നമുക്കവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ നമുക്ക് എന്തൊക്കെ വേണമോ അതനുസരിച്ചിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഇനി BG സൗണ്ട് എന്നുള്ള ടാഗ് BG സൗണ്ട് SRC =song2.mp3 എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഈ പറഞ്ഞ വെബ് പേജ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക് പ്ലേ ആവണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ആ മ്യൂസിക്കിനെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അതിനായിട്ടുള്ള ടാഗാണ് BG സൗണ്ട് SRC എന്ന് പറയുന്ന ടാഗ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ലൂപ്പ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ് പേജ് എത്ര നേരം നിങ്ങൾ കാണുന്നു അത്രയും നേരം നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇൻഫിനിറ്റിൻ്റെ അർത്ഥം. നമുക്ക് ഇപ്പോൾ കുറച്ച് നേരെ പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. നമ്മൾ സാധാരണ എപ്പോഴും ഇൻഫിനിറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ തുടക്കം മുതൽ നമ്മൾ എത്ര നേരം ആ വെബ് പേജ് നമ്മൾ വ്യൂ ചെയ്യുന്നു അത്രയും നേരം നമുക്ക് അതേ ട്യൂൺ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് SRC, അതായത് BG സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് അല്ല, BG സൗണ്ട് SRC എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ BG സൗണ്ട് SRC എന്ന ടാഗ് കൊടുത്തു കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മ്യൂസിക്കും നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി വെബ് പേജിന് എന്തെല്ലാം തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വേണമോ ആ രീതിയിലെല്ലാം നമുക്കതിനെ കൂടുതൽ പ്രസൻറ്റബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാഗാണ് BG സൗണ്ട് SRC ഫോർ ക്രിയേറ്റിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്.